ഒരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ ഒരു സ്വിംഗ് ട്രേഡർ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ട്രേഡർ എന്നുള്ളൊരു ട്രേഡർ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ഗ്ലോബൽ മാർക്കറ്റ് വളരുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റും വളരും. ബട്ട് ഇന്ത്യയിലെ ചില സ്പെസിഫിക് സെക്ടറിന് ട്രംപ് വരുന്നത് നല്ലതല്ല എന്നാണ് എൻ്റെ പേഴ്സ്പെക്റ്റീവ്. ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചോളം ഞാൻ ഹാപ്പിയാണ്. വോളിയം പ്രീമിയം കൂടുതലായിരിക്കും, സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനൊക്കെ നമുക്ക് ഒത്തിരി ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു സ്വിംഗ് ട്രേഡർ എൻട്രി എടുത്തു, യു.എസ് ഇലക്ഷൻ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തെങ്കിൽ ചിലപ്പോൾ ഒരു 6 മാസമോ 1 വർഷം വരെ അത് ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ US എലക്ഷൻ വരാൻ പോവാണ്. ഇത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും, ഇന്ത്യയെ എങ്ങനെ ഇത് എഫക്റ്റ് ചെയ്യുമെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേൾഡിനെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കാൻ കെൽപ്പുള്ള ഒരു ഇലക്ഷൻ തന്നെയാണ് US ഇലക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വർഷം, ഈ 2024 എന്ന് പറയുന്ന ഈ ഒരു വർഷം ഏകദേശം 50 മുതൽ 60 വരെ രാഷ്ട്രങ്ങളിൽ ഇലക്ഷൻ നടന്ന വർഷമാണ്. ഇന്ത്യ, UK, US നടക്കാൻ പോകുന്നു. ഇപ്പോൾ നവംബറോട് കൂടിയാണ് US ഇലക്ഷൻ ഉണ്ടാകുക. ഇതാണ് US ഇലക്ഷനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ട്രംപ് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ബൈഡൻ മത്സരിക്കുന്നില്ല എന്ന് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. ഡെമോക്രാറ്റ്സ് ആൻഡ് റിപ്പബ്ലിക് ഇതിനകത്ത് ആര് വിജയിച്ച് വരും എന്നുള്ളത് വളരെ 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 ക്രൂഷ്യൽ കാര്യമാണ്. കാരണം ഇന്ത്യയുടെ വളർച്ചേനെയും ഇന്ത്യയുടെ IT സെക്ടറിനെയും ഇന്ത്യയുടെ ഫാർമ സെക്ടറിനെയൊക്കെ ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ വളരെ ക്രൂഷ്യലാണ്. US നിന്നുള്ള ഡയറക്റ്റ് ഔട്ട്പുട്ട്സ് എല്ലാവരും ട്രംപ് വിജയിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ട്രംപ് വിജയിച്ചാൽ എന്ത് സംഭവിക്കും? ട്രംപിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡെമോക്രാറ്റ് നിൽക്കുന്നത് നമ്മുടെ കമല ഹാരിസ് ആണ്. കമല ഹാരിസ് വിജയിക്കുമോ? വിജയിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്? ഇതൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് പ്രിക്കോഷൻസൊക്കെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് അതനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ US ഇലക്ഷൻ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ ഒരു സ്വിംഗ് ട്രേഡർ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ട്രേഡർ എന്നുള്ളൊരു ട്രേഡർ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു സ്വിംഗ് ട്രേഡർ എൻട്രി എടുത്തു, US ഇലക്ഷൻ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തെങ്കിൽ ചിലപ്പോൾ ഒരു 6 മാസമോ 1 വർഷം വരെ അത് ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾക്ക് വളരെ വലിയ പ്രാധാന്യം നമ്മുടെ മാർക്കറ്റുകളുണ്ട്, പ്രത്യേകിച്ച് US ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ. ശരിക്കും ഏത് പാർട്ടി ജയിച്ചാലാണ് ഇന്ത്യൻ മാർക്കറ്റിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഗുണമുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രംപ് തന്നെ ആയിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു മോദിയും ട്രംപും തമ്മിലുള്ള ആ ഒരു ഇരിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ട്രംപ് ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ചാൻസസ് വെരി ഹൈ. ഈ ട്രംപ് വിജയിക്കും തന്നെയാണ് നമുക്ക് എല്ലാ റിപ്പോർട്ട്സും ഉണ്ടാവുക. ട്രംപ് പരസ്യമായിട്ട് കഴിഞ്ഞ തവണ പറഞ്ഞത് ഓർമ്മയില്ലേ? മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ കെട്ടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ പണി വരെ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. പിന്നെ മൈഗ്രൻസിന് വേണ്ടിയിട്ടുള്ള വിസയിൽ വലിയ ടൈറ്റ്നെസ് അവർ ഒരു ഷാർപ്പ് റൈറ്റിസ്റ്റ് പാർട്ടിയാണ് അവർ. ആ ട്രംപിൻ്റെ ചിന്താഗതി അറിയാൻ നമുക്ക് റൈറ്റിസ്റ്റാണ്. നമുക്ക് UK നടക്കുന്ന പ്രക്ഷോഭങ്ങൾ, ഫ്രാൻസിലെ പാർട്ടി, ഫ്രാൻസിൽ ഭയങ്കര റൈറ്റിസ്റ്റ് പാർട്ടി വലിയ ഭൂരിപക്ഷം നേടിയില്ല എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ലോകത്തെ എല്ലാ സ്ഥലത്തും ഒരു റൈറ്റിസ്റ്റ് ചിന്താഗതിയോട് പ്രത്യേകിച്ച് വൈറ്റ് പീപ്പിൾസിന് വളരെ അട്രാക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ട്രംപ് കൂടി വിജയിച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് വരും. അപ്പോൾ റൈറ്റിസ്റ്റ് ചിന്താഗതി വളർന്നു വരികയാണെങ്കിൽ അത് ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ പോലുള്ള, ചൈന പോലുള്ള ഏഷ്യൻ കൺട്രീസിന് അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസിന് ഇൻഡയറക്റ്റ്ലി ഒരു നെഗറ്റിവിറ്റിയാണ്. എന്നാൽ ട്രംപ് വരുന്നതോടുകൂടി US മാർക്കറ്റിന് അതൊരു പോസിറ്റിവിറ്റിയാണ്. കാരണം ഒരു റൈറ്റിസ്റ്റ് ചിന്താഗതി വരികയാണെങ്കിൽ അത് US കമ്പനികൾക്ക് വലിയ ലാഭം നേടിക്കൊടുക്കുകയും അതുകൊണ്ടാണ് ഇലോൺ മസ്കൊക്കെ ട്രംപ് വിജയിക്കാൻ വേണ്ടി ഡയറക്റ്റ്ലി തന്നെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ US ട്രംപ് വിജയിച്ച് വരികയാണെങ്കിൽ US മദർ മാർക്കറ്റ് നമ്മൾ പറയുന്ന US മാർക്കറ്റിൽ ഒരു റാലി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എല്ലാവരും വെയിറ്റ് ആൻഡ് വാച്ചാണ്. അതായത് വെയിറ്റ് ചെയ്യുന്നു, ക്ലാരിറ്റി വന്നതിന് ശേഷം എൻട്രി ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വോളറ്റിലിറ്റി ഭയങ്കര കൂടുതലാണ്, വോളിയം വളരെ കുറവാണ് മാർക്കറ്റുകളിൽ. FIs ഒക്കെ ഫണ്ടിനെല്ലാം ലിക്വിഡിറ്റി ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ഗ്ലോബൽ മാർക്കറ്റ് വളരുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റും വളരും. ബട്ട് ഇന്ത്യയിലെ ചില സ്പെസിഫിക് സെക്ടറിന് ട്രംപ് വരുന്നത് നല്ലതല്ല എന്നാണ് എൻ്റെ പേഴ്സ്പെക്റ്റീവ്. അത് ഏതൊക്കെ സെക്ടേഴ്സാണ്? ഇപ്പോൾ US നമ്മൾ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് 4 സെക്ടേഴ്സാണ്. ഒന്ന് മേജറായിട്ട് IT ആണ്. അതെ, IT സെക്ടർ,
ഫാർമ, മെറ്റൽ സെക്ടർ, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ. ഇത് 4ഉമാണ് US-നെ നമ്മൾ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്ന കുറച്ച് സെക്ടേഴ്സ്. ബാങ്ക് എന്തുകൊണ്ട് കണക്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ US ഫെഡ് റിസർവിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ബാങ്കിങ് സ്റ്റോക്കുകൾ അത് ഡയറക്റ്റ്ലി തന്നെ എഫക്റ്റ് ചെയ്യും. ഏറ്റവും ആദ്യത്തെ കാര്യം IT സെക്ടറാണ്. IT കമ്പനികൾ, എല്ലാ IT കമ്പനികളുടെയും ബിസിനസ് എവിടെ നിന്നാണ്? മെയിൻ സോഴ്സ് ഓഫ് ഇൻകം UK, യൂറോപ്പ്, അതുപോലെ തന്നെ US ആണ്. അപ്പോൾ US-ലെ എന്ത് പോളിസി ചേഞ്ചും നമ്മുടെ ഇവിടെ ഡയറക്റ്റ്ലി തന്നെ നമ്മൾ IT-ൽ ആ ഒരു ഇത് നമ്മൾ കണ്ടതുമാണ്. IT-ൽ വലിയൊരു കറക്ഷൻ വന്നെങ്കിലും അതിൻ്റെ 10 മടങ്ങ് റിക്കവറി ചെയ്ത് ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ITBC 44 സംതിങ് നമ്മൾ 35 മുതൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. IT സെക്ടറിനെ US ഇലക്ഷൻ 2 രീതിയിലാണ് എഫക്ട് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നമ്മുടെ കമ്പനികളുടെ ലാഭം കുറയാൻ ഇതൊരു കാരണമാവും. കാരണം ഈ എമിഗ്രൻ്റ് വിസ H1B എന്ന് പറയുന്ന US വിസ നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പോൾ TCS-നും ഇൻഫോസിസിനും ഒക്കെ ഒരു പ്രൊഫഷണൽസിനെ US-ൽ വിടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു നല്ലൊരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ US-ൽ നിന്ന് ഒരാളെ ജോലിക്ക് വെക്കുന്നതിനേക്കാൾ ഫാർ ലാഭമാണ് ഇന്ത്യയിൽ നിന്ന് അതേ ക്വാളിറ്റിയോ അതിനേക്കാൾ ഹൈ ക്വാളിറ്റിയുള്ള ഒരാളെ ഈ പറയുന്ന വിസയിൽ നമുക്ക് US-ൽ വിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വിടാനുള്ള ഈ വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനികൾക്ക് ഓപ്പറേഷണൽ കോസ്റ്റ് കൂടും. പിന്നെ ഈ വിസ കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ ട്രംപ് കഴിഞ്ഞോണ്ട് വന്നപ്പോൾ ഗൂഗിളും ഫേസ്ബുക്കും ഉൾപ്പെടെയുള്ള IT കമ്പനികൾ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിരുന്നു. കാരണം നല്ല പ്രൊഫഷണൽസ് പുറത്തുനിന്നുള്ള കമ്പനികളിൽ നിന്ന് എടുത്ത്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള രാജ്യത്തിൽ നിന്ന് എടുത്ത് US-ൽ വർക്ക് ചെയ്യിപ്പിച്ചാലാണ് ഈ കമ്പനികൾക്കൊക്കെ ലാഭം ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻഫീം, TCS ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വിസ പ്രോസസ്സിങ് കൂടുമ്പോൾ US-ൽ ഈ കമ്പനികൾക്ക് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ ഷോർട്ടേജ് നേരിടുകയും അത് അവരുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ മറ്റൊരു കാര്യം, ട്രംപ് വിജയിച്ചു വന്നാൽ ഫെഡ് റിസർവിൽ സിംപ്ലിഫൈ ചെയ്ത് ഫെഡിൽ റേറ്റ് കട്ട് വരാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കമ്പനികൾ കൂടുതൽ സ്പെൻഡ് ചെയ്യും. അതായത് US കമ്പനികൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട്, IT-ക്ക് വേണ്ടി കൂടുതൽ സ്പെൻഡ് ചെയ്യും. ഒരു സൈഡിൽ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതർ സൈഡിൽ ഒരു പക്ഷേ അത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. കഴിഞ്ഞ തവണ ട്രംപ് ഇന്ത്യക്കാർക്ക് വിസ വളരെ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കുകയും മറ്റ് ഏഷ്യൻ കൺട്രീസിന് വിസ ടൈറ്റൻ ചെയ്യുകയാണ് ചെയ്തത്. ഇന്ത്യയോടുള്ള മോദിയോടുള്ള അടുപ്പാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഈ തവണയും ഇന്ത്യൻ കമ്പനികളോട് ഒരു അടുപ്പമാണ് ട്രംപ് കാണിക്കുന്നതെങ്കിൽ 2 പോസിറ്റീവ്നെസ് ഇന്ത്യൻ കമ്പനികൾക്ക് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ പ്രവാസികൾക്ക്, അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് കുറച്ചും കൂടി ട്രംപിന്റെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ട്രംപിനെയാണ് അനുകൂലിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ട്രംപ് വിജയിച്ച് വന്നു കഴിഞ്ഞപ്പോൾ 10 കൊല്ലമായിട്ട് റിക്വസ്റ്റ് കിടന്ന പല ഇന്ത്യൻ വിസകൾ അപ്രൂവ് അടിച്ചു കൊടുത്തു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം ഒരു 5-6 വർഷമായിട്ട് ഒമാനിൽ നിന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിനൊക്കെ അപ്രൂവൽ കിട്ടി, അദ്ദേഹത്തിന് US-ന് പോയി. ഇപ്പോൾ 3 വർഷത്തോളമായി അദ്ദേഹം US-ലാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ട്രംപിനെയാണ് അനുകൂലിക്കുന്നത്. അവരുടെ സ്വദേശികൾ ട്രംപിനെയാണ് അനുകൂലിക്കുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ മെക്സിക്കൻ അതിർത്തിയിൽ നിന്ന് ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അഭയാർത്ഥികളായിട്ട് US-ലോട്ട് കയറുന്നത്. അവിടെ ഓപ്പണായി കിടക്കുകയാണ്, ബൈഡൻ ഉള്ളതുകൊണ്ട്. പക്ഷേ ട്രംപ് തിരിച്ചു വന്നാൽ ഉറപ്പാണ് അവിടെ മതിലിട്ടിരിക്കും. ഇല്ലീഗൽ എമിഗ്രൻസ് ആയിട്ട് US-ലോട്ട് കയറാനുള്ള സാധ്യത കുറയും. ഇത് US-ലെ ജോബ് ഡേറ്റേനെയും അല്ലെങ്കിൽ US-ലെ എക്കണോമിക് പോളിസികളെയെല്ലാം ബൂസ്റ്റ് ചെയ്യുകയും US-ലൊരു ഗ്രോത്ത് കൊടുക്കുകയും ആ ഒരു ഗ്രോത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ 2ാം ഘട്ടം ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകൾക്ക് പോസിറ്റീവ് ആകാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. മാർക്കറ്റ് അത് എക്സ്പെക്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് തുടങ്ങിയതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ട്രംപ് ജയിച്ചു കഴിയുമ്പോഴല്ല മാർക്കറ്റ്. IT സെക്ടറിൽ ആ ഒരു ഹൈക്ക് ഇപ്പോഴേ തുടങ്ങിയത് അതുകൊണ്ടാണ് തോന്നുന്നത്. എനിക്ക് ഇലക്ഷന് മുമ്പ് വരെ ഉള്ള ആ ഒരു പീരീഡിൽ നമുക്ക് വേണമെങ്കിൽ IT-യിൽ കയറി ഇറങ്ങാനുള്ളൊരു ഞാൻ പറയുന്നത് ഇത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്താണ്. IT ലോങ് ടൈമിലേക്ക് നല്ല വ്യൂ ആണ്. കാരണം ഫെഡ് റിസർവ് റേറ്റ് കുറയ്ക്കാൻ പോവാണ്. അതിൻ്റെ ഒരു മൂവ്മെൻ്റാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ട്രംപിൻ്റെ അനുകൂലമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ സെക്കൻഡ് ഫേസിൽ കിട്ടും. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. IT ഈസ് വെരി ഗുഡ്. ഞാൻ IT-ൽ ഇതിന് മുന്നേ ഒരു ഡിപ്പ് ഉണ്ടായപ്പോൾ കുറച്ച് IT സെക്ടേഴ്സ് ആഡ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതത്ര ആളുകൾ കണ്ടോന്ന് അറിയില്ല ആ ഒരു ഇൻഫർമേഷൻ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ITBC 35-ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റിയാണ്, റീ എൻ്റർ ചെയ്യാം, ടെമ്പററി കറക്ഷൻ ആണ്. അപ്പോൾ എനിക്ക് അതൊക്കെ ഓൾമോസ്റ്റ് പ്രോഫിറ്റിലായി. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് ഇറങ്ങണ്ട, വി ക്യാൻ കീപ് ട്രെയിൽ ചെയ്യാം, SL ട്രെയിൽ ചെയ്യാം, അല്ലെങ്കിൽ US-ൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ്. ഇപ്പോൾ ഈ ക്വാർട്ടറിൽ ഫെഡ് റിസർവ് റേറ്റ് കുറയ്ക്കുന്നില്ലെങ്കിൽ അത് IT-ക്ക് ഒരു നെഗറ്റിവിറ്റിയാണ്. ഓൾറെഡി കുറയ്ക്കും എന്നുള്ള അനുസരിച്ചിട്ടുള്ള വ്യൂ ആണ് നടത്തുന്നത്.
ഇനിയും ട്രംപ് വന്നാലോ അല്ലെങ്കിൽ US ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഫാർമ സെക്ടറിലാണ്. ഈ ഫാർമ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡ്രഗ് കൺട്രോൾ ബോർഡുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. അപ്പോൾ പുതിയ പോളിസി വന്നിട്ട് ഈ കൺട്രോൾ ടൈറ്റൻ ചെയ്താൽ അത് നമ്മുടെ കമ്പനികൾക്ക് നെഗറ്റീവായിരിക്കും. കാരണം ഇപ്പോൾ കിട്ടുന്ന പല മെഡിസിൻസിൻ്റെ അപ്രൂവൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനികൾക്ക് ഈ മരുന്ന് US കൊണ്ടുപോയി വിൽക്കാൻ പറ്റില്ല. നമ്മുടെ കമ്പനികളുടെ മേജർ പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കച്ചവടം നടക്കുന്നത് US അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യട്ടെ. ഇനിയും നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് മെറ്റൽ സെക്ടറിലാണ്. ഈ മെറ്റൽ സെക്ടറിൽ ആക്ച്വലി ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഡെവലപ്ഡ് കൺട്രീസൊക്കെ എപ്പോഴും എന്ത് ചെയ്യും, ഈ പൊല്യൂഷനൊക്കെ കുറഞ്ഞ്, ഇപ്പോൾ സിമെൻറ്റ് സെക്ടറാണെങ്കിലും മെറ്റൽ സെക്ടറാണെങ്കിലും പൊല്യൂഷനൊക്കെ കുറഞ്ഞ ബിസിനസ്സേ അവർ ചെയ്യും. പൊല്യൂഷൻ കൂടിയ മെറ്റൽ, സിമെൻറ്റ് പോലുള്ള സെക്ടേഴ്സിൻ്റെ മാനുഫാക്ചറിങ് അമേരിക്കയ്ക്ക് പുറത്തേക്കാക്കും. ഇപ്പോൾ ഈ പറയുന്ന കാർബൺ എമിഷൻ ഒരു രീതിയിലും പുറത്തു വിടാത്ത നല്ലൊരു ഗവൺമെൻറ്റാണ് വരുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ അവരെന്ത് പറയും, സിമെൻറ്റൊന്നും ഇനി ഇവിടെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. കാരണം സിമെൻറ്റൊക്കെ ഭയങ്കരമായിട്ട് കാർബൺ എമിഷൻ നടത്തുന്ന, പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കെമിക്കൽ പ്രോസസ്സാണ്, അറിയാലോ. അപ്പം അതുപോലെ തന്നെയാണ് ഈ മെറ്റൽ മാനുഫാക്ചറിങ്ങും ഭയങ്കര പൊല്യൂഷനാണ് ഇതിനൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈ പൊല്യൂഷനായിട്ടുള്ള മാനുഫാക്ചറിങ് ഞങ്ങൾ ഇനി അമേരിക്കയിൽ ചെയ്യുന്നില്ല. പുറത്തുനിന്ന് വാങ്ങാം. പല യൂറോപ്യൻ കൺട്രിയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യൻ മെറ്റൽ സ്റ്റോക്കുകൾക്കും ഇന്ത്യൻ സിമെൻറ്റ് സെക്ടറിനും പോസിറ്റീവായിരിക്കും. കാരണം എന്താ, ഇവിടെ പൊല്യൂഷൻ വന്നോട്ടെ, ഇവിടെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് ഷിപ്പ് ചെയ്യൂ, ഞങ്ങൾ അവിടെ മേടിക്കാം എന്നുള്ളതാണ്. നമ്മുടെ കമ്പനികൾക്ക് പോസിറ്റീവ് അല്ല. അപ്പോൾ ഏത് ഗവൺമെൻറ് വരുമ്പോൾ, ഇപ്പോൾ ബൈഡൻ ഗവൺമെൻറ് പൊല്യൂഷനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. പക്ഷേ ട്രംപ് അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരൊക്കെ മരിച്ചു പോട്ടെ എന്ന് ഓപ്പണപ്പായിട്ട് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അത്ര റൈറ്റിസ്റ്റ് ചിന്താഗതിയാണ് അദ്ദേഹം. ഒരു കോർ ബിസിനസ് മാൻ കൂടിയാണ്. എനിക്കൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത്, പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ 10 സ്പോർട്സിൽ WWE റെസ്ലിംഗ് കാണും. അപ്പോൾ അദ്ദേഹം അവിടെ അനൗൺസ് ഈ ഒരു ടീമിൻ്റെ ലീഡായിരുന്നു. അപ്പോൾ അദ്ദേഹം മൈക്ക് എടുത്തിട്ട് വന്നിട്ട് അന്ന് ചെറുപ്പത്തിൽ റെസ്ലിംഗ് കാണുമ്പോൾ ആണ് ഞാൻ ട്രംപിനെ ഏറ്റവും ആദ്യമായിട്ട് കാണുന്നത്. പിന്നീടാണ് ട്രംപ് വന്നിട്ട് ഇലക്ഷന് മത്സരിക്കുന്നു, വിജയിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ട്രംപിനെ ആദ്യമായിട്ട് കണ്ടത് റെസ്ലിങ്ങിലായിരിക്കും. അങ്ങനെ കണ്ടിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യും, നമുക്ക് നോക്കാം. റെസ്ലിംഗ് കാണേണ്ട എല്ലാവരും അത് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 19 കിഡ്സ് എല്ലാവരും ട്രംപിനെ ആദ്യമായിട്ട് കാണുന്നത് റെസ്ലിങ്ങിലായിരിക്കും. ഇതൊക്കെയാണ് ഡയറക്റ്റ്ലി നമ്മുടെ മാർക്കറ്റിനെ ഇൻഫ്ലോ ചെയ്യിപ്പിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. റെസ്ലിംഗിന്റെ സമയത്ത് പുള്ളി എന്താണ് റൈറ്റിസ്റ്റ് രീതിയിൽ സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും? അല്ല, അതുകൊണ്ട് റൈറ്റിസ്റ്റ് ആണെന്നല്ല പറഞ്ഞത്. അദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അദ്ദേഹം സംസാരിച്ചത്? മെക്സിക്കോയിൽ ഞാൻ മതിലെടുത്തിരിക്കും, വിദേശികൾ ആരും ഇനി അമേരിക്കയിലോട്ട് ജോലിക്ക് വേണ്ടി വരണ്ട. എനിക്കൊന്ന് ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് പോലും വിസ നിഷേധിച്ചിട്ടുണ്ട് അദ്ദേഹം ആ സമയത്ത്. ഗൂഗിൾ, ഫേസ്ബുക്കൊക്കെ അത് പരസ്യമായിട്ട് ആ സമയത്ത് പുറത്ത്, ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകും, ഞങ്ങളുടെ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന നല്ല നല്ല എംപ്ലോയീസിന് അമേരിക്കയിൽ വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത് എയിം ഇത്രയേ ഉള്ളൂ, അമേരിക്കക്കാർക്ക് ജോലി കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ജോലി കൊടുത്താൽ മതി എന്ന് ഓപ്പണപ്പായിട്ട് പറയുന്നതിന് ഉദാഹരണമാണത്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ ഐ ടി കമ്പനികൾക്ക് നെഗറ്റീവായിരിക്കും. ഇനി ബാങ്കിങ് സെക്ടറിൽ ഇദ്ദേഹം ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ ഇദ്ദേഹത്തിൻ്റെ പോളിസി നോക്കിയാൽ തന്നെ ഫെഡ് റിസർവിൻ്റെ അടുത്ത് റിപ്പോ റേറ്റ്സ് കുറയ്ക്കാനായിട്ടുള്ള റേറ്റ് കട്ട് ഉണ്ടാക്കാനുള്ള പ്രഷർ ഇദ്ദേഹം കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രഷർ കൊടുക്കുകയും 1, 2, 3, 4 ക്വാർട്ടറിൽ കണ്ടിന്യൂസ് ആയിട്ട് റേറ്റ് കട്ട് വരികയും ചെയ്താൽ അത് മാർക്കറ്റിൽ എക്സ്ട്രാ ഓർഡിനറി ബുൾ റണ്ണിനുള്ളൊരു സാധ്യതയാണ്, പ്രത്യേകിച്ച് US കൂടുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ. എന്നാൽ നേരെ തിരിച്ചാണ്. ഇപ്പോൾ ഈ നമ്മൾ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ട്രംപ് പരാജയപ്പെട്ടു എങ്കിൽ അത് മാർക്കറ്റിൽ ഒരു ബ്രൂട്ടൽ കറക്ഷനും ഒരു കാരണമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രംപ് മത്സരിക്കുന്നുണ്ടെന്നുള്ളത് കൺഫേം ആണ്. അല്ല, മത്സരാർത്ഥികൾ കൺഫേംഡ് ആയി. മത്സരാർത്ഥികൾ ട്രംപും അതായത് ഡെമോക്രാറ്റിന് വേണ്ടി കമല ഹാരിസും റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ട് ട്രംപുമാണ് ഫൈനലൈസ് ആയിട്ടിരിക്കുന്നത്. കുറച്ച് ഇൻഡിപെൻഡന്റ് ആളുകളുണ്ട്, അവരൊക്കെ എല്ലാ തവണ ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ US പലരുമായിട്ട് സംസാരിച്ചപ്പോൾ എല്ലാവരും ഓപ്പണപ്പായിട്ട് പറയുന്നത് ട്രംപ് വിജയിക്കട്ടെ എന്ന് തന്നെയാണ്. അപ്പോൾ ട്രംപിനാണ് ഒരു അനുകൂല തരംഗം US അപ്പോൾ ട്രംപ് വിജയിച്ച് വരികയാണെങ്കിൽ അത് എങ്ങനെയൊക്കെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത്. എനിക്കാണ് കമല ഹാരിസ് ട്രംപിന് വലിയൊരു എതിരാളി അല്ല എന്നുള്ള രീതിയിൽ തന്നെ സുനിലും സംസാരിച്ചത്. അത് എന്തുകൊണ്ടാണെന്നറിയോ, ബൈഡൻ ആയിരുന്നു ആദ്യം നിന്ന്, ബൈഡൻ പിന്മാറായിരുന്നു, അദ്ദേഹത്തിന് ഓർമ്മ
പ്രോബ്ലംസ്, അങ്ങനെയുള്ള പല ആരോഗ്യപരമായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് ബൈഡൻ പിന്മാറുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പോലും ബൈഡൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റ്സും പരസ്പര വിരുദ്ധവും ഓർമ്മയില്ലാത്ത ഒരു വയസ്സായ ആൾക്കാർ സംസാരിക്കുന്ന അത് നല്ല പ്രായമായ ആളാണ്. ഇപ്പോൾ ഇനി ഒരു 3-4 വർഷം കൂടി പ്രസിഡൻ്റായിട്ട് ഇരിക്കാൻ അദ്ദേഹം ഏജായി. അപ്പോൾ ബൈഡന് ആയിരുന്നുവെങ്കിൽ ട്രംപ് വിജയിച്ചു വരാനുള്ള സാധ്യത ചിലപ്പോൾ കുറവായിരുന്നു. പക്ഷെ കമല ഹാരിസ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു സെക്കൻഡറി ഓപ്ഷനാണ് കമല ഹാരിസ്. അപ്പോൾ കമല ഹാരിസ് വിജയിച്ച് വരില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന് ഒരു പോസിറ്റീവ്. ഇതുകൂടാതെ അന്നത്തെ ഇലക്ഷനിലുണ്ടായിരുന്ന മറ്റേ വെടിയേറ്റ സംഭവമൊക്കെ, ചെവിട്ടിൽ വെടിയേറ്റ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു അനുകൂല തരംഗം ഉണ്ടാക്കി, ഒരു വലിയ തരംഗം തന്നെ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. മാത്രമല്ല ട്രംപിൻ്റെ കൂടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ഒരുപക്ഷെ മത്സരിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ മലയാളിയായിട്ടുള്ള രാമസ്വാമിയാണ്. ഓക്കെ, അദ്ദേഹം ഇലക്ഷനിൽ പിന്മാറുകയും ട്രംപിന് സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതെ, അപ്പോൾ രാമസ്വാമി ട്രംപിനേക്കാളും വലിയ റൈറ്റിസ്റ്റ് ചിന്താഗതിയാണ്. അയ്യോ, അദ്ദേഹത്തിന് മലയാളിയായിട്ട്. അപ്പോൾ അദ്ദേഹം അത്രയും വലിയ റൈറ്റിസ്റ്റ് ചിന്താഗതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആയിരിക്കും ഒരുപക്ഷെ, മലയാളിയായിരിക്കും ഒരുപക്ഷെ ട്രംപ് ജയിച്ചാൽ വൈസ് പ്രസിഡൻ്റായിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മൾ മലയാളികൾ നമുക്കതൊരു അഭിമാന നിമിഷമാണ്. UK നമ്മളിൽ നിന്ന് പോയി, ഇനിയിപ്പോൾ നമുക്ക് പകരം US പിടിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമുക്കിരിക്കാം എന്ന് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അത്രയും ഹൈ ലെവൽ പോസ്റ്റിലിരിക്കുന്ന ആദ്യത്തെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇൻഡയറക്റ്റ്ലിയോ ഡയറക്റ്റ്ലിയോ കുറച്ച് ഉപകാരങ്ങൾ കേരളത്തിലോട്ടും ഇന്ത്യയിലോട്ടൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് കൂടുതൽ പോസിറ്റീവാണ്. ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ കളിക്കുന്ന ഒരു നയതന്ത്രമുണ്ട്. റഷ്യയും അമേരിക്കയുമായിട്ടുള്ള നൂൽപാലത്തിലൂടെ നടക്കുന്നൊരു സെറ്റപ്പാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത്. റഷ്യേനെയും പിണക്കുന്നില്ല, അമേരിക്കേനെയും പിണക്കുന്നില്ല, ചൈനേനെ ശത്രുസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പോളിസി കൊണ്ടുപോകണമെങ്കിൽ ബൈഡനേക്കാൾ നമുക്ക് കുറച്ചുകൂടി നല്ലത് ട്രംപാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മോദി സീരിയസ്ലി നമ്മൾ നൂൽപാലത്തിലാണ്. നമ്മൾ അമേരിക്കയുടെ കൂടെ ഒന്ന് ഇച്ചിരി ചാഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റഷ്യ നമ്മളായിട്ട് ഉടക്കും. റഷ്യയായിട്ട് നമ്മൾ ഇച്ചിരി ഇങ്ങോട്ട് ചാഞ്ഞു എന്ന് പറഞ്ഞാൽ അമേരിക്ക ഉണക്കും. കാരണം യൂറോപ്യൻ യൂണിയനൊന്നും ഇന്ത്യയോട് അത്ര വലിയ സ്നേഹമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലൊരു നൂൽപ്പാലം കളിച്ച് ചൈനേനെ പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേകതര നയതന്ത്രമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് വളരെ സക്സസ്ഫുള്ളി നമ്മൾ ചെയ്യുന്നുണ്ട്. നയതന്ത്രത്തിന് ആവശ്യം എന്താണ്? റഷ്യയുടെ നിന്ന് വാങ്ങാനുള്ളത് റഷ്യയുടെ നിന്ന് കിട്ടുക, അമേരിക്കയുടെ നിന്ന് കിട്ടാനുള്ളത് അമേരിക്ക മുതലാക്കുക എന്നുള്ളതായിരിക്കും. പക്ഷേ അമേരിക്കയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് US എന്നുള്ളത് ആണ് നമ്മുടെ ബാക്ക് ബോൺ. US ചൈനയെ ആശ്രയിക്കുന്നതിന് പകരം കൂടുതൽ ഇമ്പോർട്ടിന് വേണ്ടി ഇന്ത്യനെ ആശ്രയിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് ഇന്ത്യനേക്കാൾ 10 ഇരട്ടിയോളം ഉണ്ട്. ഈ ലെവലിലോട്ട് ഇന്ത്യ ചൈന ട്രേഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമീനെ അത് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഒരു രക്ഷയില്ലാത്ത ബൂസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ അത് ഞാൻ ഈ ഒരു ട്രംപ് തിരിച്ചു വന്നാൽ ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗുഡ്സ് മാത്രമല്ല, നമ്മുടെ മാൻ പവർ കൂടി അമേരിക്ക ഇമ്പോർട്ട് ചെയ്തെടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ പറയുന്നത് പോട്ടെ, നമ്മുടെ ഇവിടെ അത്രയും റിസോഴ്സ് അമേരിക്കയിലുള്ള ഒരു കയറ്റം മൈഗ്രേഷൻ വളരെ കുറവാണ് ഇന്ത്യയിൽ നിന്നാണ്. അല്ല, അമേരിക്ക അങ്ങനെ അത്ര പെട്ടെന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യം അല്ലാത്തതുകൊണ്ടാണ്. അത് മാത്രമല്ല ടെസ്ലയൊക്കെ ഇന്ത്യയിലോട്ട് വരാൻ നിൽക്കുകയല്ലേ, മാനുഫാക്ചറിങ് തുടങ്ങി. അവിടെ വർക്ക് ചെയ്യുന്നവർ പോലും ഇവിടെ വന്നിട്ടാണ് അത് വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് വർക്ക് ചെയ്യുന്ന എനിക്ക് അദ്ദേഹം പോഡ്കാസ്റ്റ് കാണണമെങ്കിൽ ഓർക്കുന്നുണ്ടോ? കാലിഫോർണിയയിൽ എന്തോ കാലിഫോർണിയയിൽ വർക്ക് ചെയ്യുന്നു, ഇവിടെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒത്തിരി, ഞാൻ പറയുന്നത് ഈ IT കമ്പനികൾ ഇവിടെ നിന്നുള്ള മാൻ പവറിനെയാണ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇന്ത്യയിലെ സാലറി കൊടുക്കും, അവർക്ക് US സാലറി ക്ലയൻറ്റിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കും. അതായത് ഇന്ത്യക്കാരന് 100 രൂപ കൊടുത്താൽ മതി, അമേരിക്കക്കാരനാണെങ്കിൽ 10,000 കൊടുക്കണം. ബാക്കി 9,000 രൂപ അല്ലെങ്കിൽ 9,900 രൂപ ആർക്കുടെ പോക്കറ്റിലിരിക്കും, കമ്പനിയുടെ പോക്കറ്റിലിരിക്കും. ഇങ്ങനെയാണ് IT കമ്പനികൾ വർക്ക് ചെയ്യുന്നത്. മാൻ പവറിനാണ് അവർ കാശ് മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോഫിറ്റ്, ആ ലാഭം നമ്മുടെ IT കമ്പനികൾക്ക് കിട്ടും, തുടർന്നും കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക, ഈ ഇലക്ഷന് വേണ്ടി നോട്ട് ചെയ്യുക, അതനുസരിച്ച് റിസ്ക് എടുക്കുക. ഇനി ഒരു ഓപ്ഷൻ ട്രേഡർ പെർസ്പെക്റ്റീവിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഇനിയുള്ള സമയത്ത് വിക്സ് കൂടും, വോളിയം കുറവും വോളറ്റൈലിറ്റി കൂടുതലുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചോളം ഞാൻ ഹാപ്പിയാണ്. വോളിയം പ്രീമിയം കൂടുതലായിരിക്കും, സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനൊക്കെ നമുക്ക് ഒത്തിരി ട്രേഡിങ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ നല്ല ലോസ് കിട്ടുകയും ചെയ്യും.
അപ്പോൾ അത് മാത്രമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ആസ് എ ഇൻവെസ്റ്റർ ഇതൊരു കൺസോളിഡേഷൻ പീരീഡ് ആകണം. ചിലപ്പോൾ നവംബർ വരെയൊക്കെ ഒരു അക്യുമുലേഷൻ പീരീഡ് ആയിരിക്കും. അതിന് മുമ്പ് ഒരു ട്രിഗർ വരികയാണെങ്കിൽ, ഇപ്പോൾ സെപ്റ്റംബറിൽ റിപ്പോ റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ബുൾ റാലി. തീർച്ചയായിട്ടും എനിക്ക് നമ്മുടെ പോഡ്കാസ്റ്റിൽ സുനിലും ഞാനും ട്രംപ് ജയിക്കും തന്നെയാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. ഇത് ട്രംപ് അങ്ങ് കാണുകയാണെങ്കിൽ ഈ വീഡിയോ ട്രംപ് ചിലപ്പോൾ സ്റ്റാറ്റസ് ഇടാൻ സാധ്യതയുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നല്ലൊരു ടോക്കായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. സോ നല്ലൊരു ടോക്കായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഓവറോൾ ഒരു ഐഡിയ നമുക്കൊരു US ഇലക്ഷനെ കുറിച്ച് കിട്ടി. സോ എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ. ഗുഡ് ബൈ.